എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. അപ്പൊ ഈ ഗൂഗിൾ ആഡ്സിലൂടെ നമ്മുടെ ബിസിനസിനെ എങ്ങനെ നമുക്ക് ഗൂഗിളിൽ എത്തിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെർച്ച് ക്യാമ്പയിൻ ആണ്. അപ്പൊ ഈ സെർച്ച് ക്യാമ്പയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണാം. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ചിൽ ഗൂഗിൾ ആഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗൂഗിൾ ആഡ്സ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം നമുക്ക് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ആയി വരുന്ന പേജിൻ്റെ അകത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ് നെയിമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ് നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഡിജിറ്റൽ ട്രെയിനിങ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ് നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് ചോദിക്കുന്നത്. നമ്മുടെ പേജിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലിങ്കോ ഏത് വേണേലും നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസ് ആണ് ചോദിക്കുന്നത്. ക്യാമ്പയിൻ ഗോൾസ് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ഫോൺ കോൾ ലീഡ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്കവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്യാമ്പയിൻ ടൈപ്പാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സെർച്ചാണ്. സെർച്ച് ആഡ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ് എന്താണോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസ്സിനെ നിങ്ങളുടെ ഗൂഗിളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സെർച്ച് ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആരെങ്കിലും നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ടോപ്പിൽ തന്നെ നമ്മുടെ ആ ഒരു ആഡ്, അതായത് നമ്മുടെ ആ ഒരു ബിസിനസ് ടോപ്പിൽ തന്നെ ഗൂഗിളിൽ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെർച്ച് ആഡ് യൂസ് ചെയ്യുന്നത്. സെർച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കീവേഡ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്കിവിടെ ഒരുപാട് കീവേഡ്സുകൾ ഓൾറെഡി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കീവേഡ്സ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്മുടെ കീവേഡ്സുകൾ, അതായത് ആഡ് എ കീവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഗെറ്റ് കീവേഡ് ഐഡിയാസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇതിൽ രണ്ടിൽ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഗെറ്റ് കീവേഡ് ഐഡിയാസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഒരുപാട് കീവേഡ്സുകൾ അവിടെ തന്നെ നമുക്ക് കാണും. നമുക്കത് തന്നെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. മറ്റേത് ആഡ് കീവേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, അതായത് ടോപ്പിൽ വരെ കീവേഡ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആഡ് കീവേഡ് എന്നുള്ള അടുത്ത് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിന്നോ അല്ലെങ്കിൽ കേരള എന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആൾക്കാർ സെർച്ചിൽ, അതായത് ഗൂഗിളിൽ സെർച്ചിൽ വന്നിട്ട് ആദ്യം എന്തായിരിക്കും ഡിജിറ്റൽ ട്രെയിനിങ്ങിനാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം ആൾക്കാർ എന്തായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്, ആ ഒരു കീവേഡ് ആയിരിക്കണം നമ്മളവിടെ സെർച്ചിൽ കൊടുക്കാൻ. ഇനി നമുക്ക് ഗെറ്റ് കീവേഡ് ഐഡിയാസ് നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കീവേഡ്സുകൾ, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ ഒരുപാട് കീവേഡ്സുകൾ അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കീവേഡ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്തും കളയാം. നമുക്ക് ഈ യൂട്യൂബിൻ്റെയും അതൊന്നും നമ്മുടെ കീവേഡ്സിൽ വേണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പം നമുക്കിതിൽ നമ്മുടെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്ത് കൊടുക്കാം. 3-4 ഹെഡ്ലൈൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടോപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു ഹെഡിങ്ങാണ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുകയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഹെഡിങ് വേണം നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതിൻ്റെ താഴെയായിട്ട് തന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത്
വാട്ട് ഡു യു വാണ്ട് ടു ഫോക്കസ് ഓൺ, നമ്മൾ എന്തിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ക്ലിക്സ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൺവേർഷൻസ് കൊടുക്കാം, കൺവേർഷൻ റേറ്റ് കൊടുക്കാം, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലിക്സ് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ബിഡ് ലിമിറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 5 രൂപ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രോബ്ലംസ് ഒന്നുമില്ല, ഗൂഗിൾ തന്നെ ഒരു എമൗണ്ട് ആഡ് ചെയ്യും. ആ ഒരു എമൗണ്ടിലായിരിക്കും ആഡ് നമുക്ക് റൺ ആവുന്നത്. നെക്സ്റ്റ് നിങ്ങൾ പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആ ഒരു UPI വെച്ചിട്ടാണോ അല്ലെങ്കിൽ Paytm വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വെച്ചിട്ടാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആ ബില്ലിങ് ചെയ്യേണ്ട പ്രൊസീജിയർ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കാത്തത്. ഇപ്പം നിങ്ങൾ ബില്ലിങ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ, അതായത് ഈ ഒരു ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് ബില്ലിങ് ഇഷ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റപ്പ് ബില്ലിങ് കൊടുക്കുക. അതിന് ശേഷം വരുന്ന പേജിൽ ഫിക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കും. പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിച്ച് നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. എന്നാൽ ഈ ഒരു ആഡ് റൺ ആകുകയുള്ളൂ. അപ്പൊ സെർച്ച് ആഡിലൂടെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഗൂഗിളിൽ എത്തിക്കാം. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും.